കോഴിക്കോട് കൊടുവള്ളിയിൽ സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് 2 കിലോയോളം സ്വർണം കവർന്നു. മുത്തമ്പലം സ്വദേശി ബൈജുവിൽ നിന്നാണ് കാറിലെത്തിയ സംഘം സ്വർണം കവർന്നത്. സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന ബൈജുവിനെ ഇടിച്ചു വീഴ്ത്തി കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയാണ് കവർച്ച. 4 പേരടങ്ങുന്ന സംഘമാണ് ആക്രമിച്ചതെന്ന് ബൈജു പറഞ്ഞു. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വേറെ അതൊന്നും പറയാനില്ല. ഇന്നലെ വെച്ചാൽ ഒരു വെള്ള വണ്ടി വന്ന് തട്ടിച്ചാണ്. കയ്യിലുള്ള ബാഗ് എടുത്ത് കൊണ്ടുപോയി. എത്ര മണിക്ക് സംഭവം? ഒരു 10 മണിയാവും. മുറി പറ്റി അപ്പം പോകണം. പേരിന്റെ വെച്ചാല് ഒരു 3-4 ആൾക്കാരുണ്ടാവും. പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. അത് അതിന്റെ രീതിയിൽ നടക്കുന്നു. അതുകൊണ്ട് അന്വേഷണത്തിന് പോലീസ് ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. വിവരങ്ങളുമായി രമ്യാദാസ് ചേരുന്നു. രമ്യാദാസ്, വലിയ സ്വർണ്ണ കവർച്ചയാണ് നടന്നിരിക്കുന്നത്. ഈ പ്രതികളെ കുറിച്ച് പോലീസിന് സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? സ്വർണ്ണ വ്യാപാരിയായ മുത്തമ്പലം സ്വദേശി ബൈജുവിൽ നിന്ന് 2 കിലോഗ്രാം സ്വർണം കവർന്നതായിട്ട് പരാതി കൊടുവള്ളി സ്റ്റേഷൻ ലഭിച്ചിട്ടുള്ളത്. രാത്രി 11 മണിയോടെ കൊടുവള്ളി ഓമശ്ശേരി റോഡിൽ ഓതയോത്ത് മുത്തമ്പലത്ത് വെച്ചായിരുന്നു ഈ സംഭവം നടന്നത്. രാത്രി കടയടച്ച ശേഷം സ്വർണവുമായി സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന ബൈജുവിനെ കാറിലെത്തിയ സംഘം ഇടിച്ചു വീഴ്ത്തി ഭീഷണിപ്പെടുത്തിയും അതുപോലെ തന്നെ മർദ്ദിച്ചും സ്വർണം കവർന്നതായാണ് ഇയാൾ സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുള്ളത്. അതായത് 4 അംഗ സംഘമാണ് ഇത്തരത്തിൽ സ്വിഫ്റ്റ് ഡിസയർ കാറിലെത്തി കവർച്ച നടത്തിയതെന്നാണ് പരാതിയുള്ളത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. സ്വർണ്ണപ്പണി ചെയ്യുന്ന ആളായതിനാൽ ഇയാളുടെ കയ്യിൽ മറ്റു പലരും ഏൽപ്പിച്ച സ്വർണം ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബൈജു പോലീസിൽ നൽകിയിട്ടുള്ള മൊഴി. 2 കിലോയോളം സ്വർണം ഇയാളുടെ പക്കലുണ്ടായിരുന്നു. ഇത് പൂർണ്ണമായും ഇവർ കവർന്നിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ ഊർജിതമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും CCTVകളും മറ്റും കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇത്തരത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. ലക്ഷ്മി, കാറിലെത്തിയ സംഘം 2 കിലോയോളം സ്വർണം കവരുകയായിരുന്നു. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയാണ് രമ്യാദാസ്.